മുത്തേ ബെൻസേ അപ്പോൾ പോയിട്ട് വരാം. ബൈ ബൈ, ടേക്ക് കെയർ ബ്രോ. എന്തായാലും ഗൈസ് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഈ വണ്ടി കൊള്ളാം കേട്ടാ, ശരിക്കും നല്ല രസമുണ്ട്. ഇത് ആർറോക്സ് ആണ്. ഞാൻ EV എടുത്താന്ന് കുറെ ആൾക്കാരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്റെ മോനെ ഇവിടെ അടിപൊളിയായല്ലോ സീറ്റൊക്കെ. നമ്മുടെ ഫ്രൈഡേ ഇപ്പം ഏറ്റവും കൂടുതൽ സഞ്ജു ടെക്കി ഫാൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഫ്രൈഡേ ബേബി എവിടെ. എനിക്കും ചോദിക്കാം. എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? അപ്പൊ നമ്മളെ ലാസ്റ്റ് വ്ലോഗിനകത്ത് മമ്മീനെ സ്വത്തിനെ അങ്ങോട്ട് എയർപോർട്ടിൽ കൊണ്ട് ആക്കിയായിരുന്നു. എന്നിട്ട് ഞാൻ എറണാകുളത്ത് സ്റ്റേ ചെയ്തെന്നാണ് പറഞ്ഞത്. ബട്ട് ഗൈസ് അവിടെ നിന്നില്ല, കാരണം എന്റെ കൂട്ടുകാരൻ അവിടെ നിന്ന് ഇല്ലായിരുന്നു. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്കൊരു അർജന്റായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ എറണാകുളത്ത് നിന്നില്ല. നേരെ വീട്ടിലോട്ട് രാവിലെ ഒരു 7 മണിയായപ്പോൾ വന്ന് കയറി, എന്നിട്ട് കിടന്ന് ഉറങ്ങി. ഇപ്പൊ എണീറ്റ് കൂടി അങ്ങ് പോവാണ് ഗൈസ് കൊല്ലത്തോട്ട്. അപ്പൊ കൊല്ലത്തോട്ട് എന്തിനാ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് കൂട്ടിനെ ഒന്ന് സെറാമിക് ചെയ്യണം, ഒന്ന് കുട്ടപ്പനാക്കണം, ഒന്ന് തിളക്കി എടുക്കണം. അതിനുവേണ്ടി നമ്മൾ കൊല്ലത്ത് പോകാൻ പോകണം കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ലൈവ് സ്ട്രീം വന്നപ്പോൾ കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു, ബ്രോ ഫ്രൈഡേ എന്ത്? as you can see നമ്മുടെ ഫ്രൈഡേ ബോയ്, ദാറ്റ് ഈസ് ഫ്രൈഡേ ബേബി ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഉണ്ട്. പക്ഷെ ഇവനെ കുറെ അങ്ങനെ എപ്പോഴും എടുക്കത്തൊന്നും ഇല്ലെന്നേ, കാരണം ബാക്കി മറ്റേ വണ്ടി എടുക്കുന്നതുകൊണ്ടാണ് തോന്നി ഇത് എടുക്കത്തില്ല. അത് അച്ഛനാണെങ്കിൽ അങ്ങനെ എടുക്കാറില്ല. ഓക്കെ, ഇന്ന് നോക്കിയേ, ഇവിടുത്തെ എല്ലാ വണ്ടി കൂടെ നിരത്തിയിട്ടിരിക്കും കേട്ടോ. അടിപൊളി ലുക്ക് ആയിട്ടില്ലേ ഗൈസ്? ഫ്രൈഡേ, പിന്നെ സ്വത്തിന്റെ ബ്ലൂ ബി, പിന്നെ നമ്മുടെ ബിഗ് ബോയ്, പിന്നെ നമ്മുടെ ബെൻസൂട്ടൻ. പിന്നെ അതേപോലെ തന്നെ ഗൈസ് ഞാൻ EV എടുത്താന്ന് കുറേ ആൾക്കാരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഗൈസ് ഇത് ഞങ്ങളുടെ EV അല്ല, ചേട്ടൻ്റെ അളിയൻ്റെ വണ്ടിയാണ്. ഓക്കെ, അത് ചേട്ടനൊക്കെ ഇടക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മളിത് കൊല്ലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക, എത്താറായി കേട്ടാ. അപ്പൊ വന്നവഴി ഞാനിത് ഇവന്മാരൊക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഷൈൻ നിങ്ങൾക്ക് അറിയാം, പിന്നെ ഇത് അനൂപ്, ഇത് മാക്കാൻ. ഓക്കെ, ഇവനെ മാക്കാനെന്ന് വിളിക്കണ ഇവന് ഇഷ്ടമല്ല. വേറെ ഒന്നല്ല, ഞങ്ങൾ കൊച്ചിലായിട്ട് ഇവന് തമാശക്ക് വിളിക്കുന്ന മാക്കാനെന്ന്. മറ്റേ പിള്ളേരൊക്കെ ഉറങ്ങിയില്ലെങ്കിൽ മാക്കാൻ വന്ന് പിടിക്കുമെന്ന് പറയത്തില്ല. ആ മാക്കാനല്ല, ഇത് പാവം മാക്കാൻ. ഇവിടെ പറഞ്ഞാൽ ആരാണോ ഇവന് മാക്കാനെന്ന് പേരിട്ടു? എല്ലാരും അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ എത്തിയിരിക്കുകയാണ്. മിസ്റ്റർ ഗുബൂട്ട്, നമ്മുടെ അരുൺറോ ഇല്ലേ, അത് ഷോപ്പിലില്ലായിരുന്നു, ഇവരുടെ ബോഡി ഷോപ്പിൽ നിൽക്കുക. പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു ഗായ്സ്. അങ്ങനെ നമ്മുടെ ചെറുക്കൻ്റെ ശബരിമലൊക്കെ വല്ലതും പോകണ്ട, താട്ടി മുട്ടിയൊക്കെ. എനിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ബ്രോ? മസിൽ എന്തെങ്കിലും ഒന്നുമില്ല. ഞാനിപ്പോ ഡയറ്റൊക്കെ പിടിച്ച് ബോഡിയൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കും. നിങ്ങളും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു കേട്ടാ ഗൈസ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാന്ന് അറിയത്തില്ല, നമ്മളൊരു 1.5-2 വർഷം മുമ്പ് ഇവിടെ വന്നായിരുന്നു. പക്ഷെ ആ കാലത്ത് നിന്ന് ബ്രോ മാറി കേട്ടോ, നല്ലപോലെ. പറഞ്ഞ പോലെ ഞാൻ എല്ലാം എക്സസൈസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവനത് തെറ്റിച്ചു. ഞാൻ തെറ്റിച്ചായിരുന്നു. എന്നാലും ഞാൻ ഒരിടക്ക് നല്ലപോലെ ഡയറ്റൊക്കെ ചെയ്ത് സെറ്റാക്കിയായിരുന്നു ബ്രോ. നിങ്ങൾ വണ്ടി എടുത്തോ പുതിയ? എന്റെ മോനെ ഹാരിയർ ഇലക്ട്രിക് ആണ്. പക്ഷെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട എന്താന്ന് പറയട്ടെ, മാറ്റ് ആളിയം പോളി. ബാറ്റ്മാൻ എഡിഷൻ കേട്ടാ, അടിപൊളി ബ്രോ. പിന്നെ ഇത് നിങ്ങൾ അടിച്ച പെയിന്റാണോ അതോ ഇത് എന്റെ ഉള്ളതാണ്? ഓ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ബ്രോ. ഗൈസ് നിങ്ങൾക്ക് കണ്ട മനസ്സിലാവട്ടോ, അടിപൊളിയായിട്ടുണ്ട് സാധനം. ഇത് ബാറ്റ്മാൻ എഡിഷൻ വല്ലാണ് നിങ്ങൾ ആക്കിയതാണ്? ഓ, ഞാനോർത്ത് ശരിക്കും ബാറ്റ്മാൻ എഡിഷൻ ഇരിക്കുന്നു ഗൈസ്. എന്തുകൊണ്ട് മാറ്റും ഇതിൽ PPF ഉണ്ടാ? PPF ഉണ്ടാ? ഓ സെറ്റ്, അടിപൊളി കേട്ടാ. അപ്പൊ ഗൈസ് നമുക്ക് ഇവിടെ വന്നപ്പോൾ നമ്മുടെ നാട്ടുകാരനെ കിട്ടിയിരിക്കുകയാണ്. ഗോവിന്ദ് ബ്രോ, എന്തിനു വന്നിരുന്നു? എന്റെ കോളീസ് അകത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പം അത് ഇത് നിന്റെ വണ്ടിയാണോ? ഇതെന്റെ വണ്ടി. ഓ പോളിയേ ഗൈസ്. ഇതും ചെറുക്കൻ അങ്ങ് ലുക്ക് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ കയറ്റിയല്ലേ നീ? നമ്മളിപ്പം പുറത്ത് അഡീഷണൽ ചെയ്തിരിക്കുന്ന ബോക്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്റീരിയർ ടെക് ബോയ് എന്നാണ് ചാനലിന്റെ പേര്? ടെക് ബോയ് എന്നല്ല, ടെക് ക്യാച്ചർ ചാനലിന്റെ പേര്. ടെക് ക്യാച്ചറാ? ഓ അടിപൊളി. ബാക്കിൽ ബാഗിങ് ഉണ്ട് ടെക് ക്യാച്ചർ.
ഇതാണ് നമ്മുടെ ചാനൽ. ഗൈസ് ടെക് ക്യാച്ചറിന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അടിപൊളി. ഇതാണ് മെയിനായിട്ട് ഇരിക്കുന്നത്. ഓ എന്റെ മോനെ, ഇവിടെ അടിപൊളിയായല്ലോ സീറ്റൊക്കെ. ഒന്ന് പിടിച്ചാ കംഫർട്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഹാൻഡ് റെസ്റ്റ് നൈസാണ്. ഇത് മുടക്കിടാ അല്ല, ഇത് ഈ വണ്ടി ഇത് ടോപ്പ് ആൻഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? ബേസ് ടോപ്പ് ഒന്നുമില്ല, ബേസ് വേരിയന്റ്. ഓ സംഭവം പക്ഷേ സെറ്റ്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് സ്വിഫ്റ്റിന്റെ ഭ്രാന്ത് ഇവിടെ നിന്ന് കയറി അറിയാമോ? എന്റെ അടുത്ത് നിന്നാണ്. പിന്നല്ല, അങ്ങനെ നമ്മുടെ ഒരു കട്ട സബ്സ്ക്രൈബറിനെ കിട്ടിയിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, നമ്മുടെ ഫ്രൈഡേനെ ഇഷ്ടപ്പെടുന്ന ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും അപ്പോൾ സ്വിഫ്റ്റിനുള്ള ക്രൈസ് എൻ്റെ വീഡിയോ കണ്ടിട്ടാന്ന് പറഞ്ഞപ്പോൾ അളിയ റിയലി ഹാപ്പി ബ്രോ. ഭയങ്കര സന്തോഷം, കണ്ടത് സന്തോഷം. നമ്മൾ ആലപ്പുഴക്കാരാണെങ്കിലും നേരിട്ട് പലതവണ കണ്ടിട്ടുണ്ട്. അതായത് ബ്രോ മുല്ലക്കച്ചറപ്പിന് വരുമ്പോൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ചാനൽ വീഡിയോയും കിടപ്പുണ്ട്. പക്ഷെ ഇത്ര നേരിട്ട് ഇപ്പം അത് തന്നെ. പിന്നെ ഞങ്ങൾ കുമരകത്ത് എന്തോ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഉണ്ടായിരുന്നു പറഞ്ഞു. സത്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. എന്തായാലും അളിയെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഇനി എന്തായാലും ഞാൻ മറക്കുന്നില്ല. നമ്മൾ ഇത്ര ഒരു ഡീപ്പ് കോൺവെർസേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല മെമ്മറി കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ മറക്കത്തൊന്നുമില്ല. എന്തായാലും അളിയാ വണ്ടി പൊളിച്ച് കേട്ടാ, ഒരു രക്ഷയില്ല. ഇവന്റെ കോളീസും ഉണ്ട് അകത്ത്. കോളീസ് അത് ഒരു മാരക സാധനമായിട്ടാണ് അത് അവന്റെ ചാനൽ റിവീൽ ചെയ്തോളും എപ്പോഴെങ്കിലും കേട്ടാ. അപ്പൊ അളിയാ കണ്ടതിൽ സന്തോഷം. നമ്മുടെ വണ്ടിയുടെ ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി ബ്രോ. അപ്പൊ എന്തായാലും നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ചെറുക്കനെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു 1.5 ആഴ്ച എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബെൻസ് ഷൂട്ടറിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും അല്ല, വണ്ടി ഒന്ന് ഇല്ല, ജസ്റ്റ് ഒന്ന് ക്ലീനപ്പ് ചെയ്യാൻ തന്നെ, ഒന്ന് സെറാമിക് ഒക്കെ ചെയ്ത് വണ്ടി ഒന്ന് സെറ്റ് ആക്കണം. കുറെ നാളായി. വണ്ടി പൊളിയല്ലേ അളിയാ? ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ചെറുക്കനെ. നമ്മുടെ ഫ്രൈഡേ ഇപ്പം ഏറ്റവും കൂടുതൽ സഞ്ജു ടെക്കി ഫാൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഫ്രൈഡേ ബേബി എവിടെ. എനിക്കും ചോദിക്കാം. ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഫ്രൈഡേ വീട്ടിലുണ്ടാ. അത് പക്ഷെ കുറവാണ് ഞാൻ കൂടുതൽ എടുക്കുന്നത്. ഞാൻ ഇതും സഫാരിയും ഒക്കെ എടുക്കുന്നത്. പിന്നെ ഫ്രൈഡേ എടുക്കും, എന്നാലും ഞാൻ ഇടക്കിടക്ക് എടുക്കത്തുള്ളൂ. തിരിച്ചു കൊണ്ടുവരണം ഫ്രൈഡേനെ. വേണ്ടേ? സത്യം പറ. എടാ സത്യം എല്ലാവരും ആഗ്രഹിക്കുന്നുള്ള. എല്ലാവരും കഴിഞ്ഞ ലൈവിലാണെങ്കിലും അതിനു മുമ്പ് മിക്ക വീഡിയോസിലാണെങ്കിലും എന്നോട് ചോദിക്കും, ബ്രോ ഫ്രൈഡേ എവിടെ, ഫ്രൈഡേയിലെ മോഡിഫിക്കേഷൻ എന്തെങ്കിലും ഒക്കെ ചെയ്യണം, അതിന്റെ വീഡിയോസ്. ഫ്രൈഡേയുടെ ഒരു ഇങ്ങനെ അതിന്റെ ഒരു സീരീസ് പോലെ ഇറക്കുന്ന ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ബ്രോയുടെ ചാനൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഫ്രൈഡേ വന്ന്. പിന്നെ അറിയാം, എന്നാലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു അപ്ഡേഷൻസ്, ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ആ ഒരു സംഭവം ഫോളോ ചെയ്യുന്നത്. ഞാൻ ഓരോ അപ്ഡേഷൻസിനും എനിക്കിപ്പം 4 വണ്ടിയുണ്ട്. ഒരു സെന്ന്, മാരുതി 800, സ്വിഫ്റ്റ്, കോളിസ്, 4 വണ്ടി. അപ്പൊ ഇതിൽ അപ്ഡേഷൻസ് ആണ് നമ്മളിങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്. ഓ പൊളി പൊളി പൊളി. അപ്പൊ എന്തായാലും ഇനി കാറുകളൊക്കെ എടുക്കണം, നീ തകർക്കണം. സ്ഥലമില്ല, അതാണ് വിഷയം. അടുത്ത നിന്റെ ഡ്രീം കാർ എന്തുവാ? ഞാൻ ഡ്രീം കാറെല്ലാം എല്ലാം എടുത്ത്. ഇനി എനിക്ക് പ്രീമിയം വണ്ടികളോട് അത്ര താല്പര്യമില്ലെന്ന് വെച്ചാൽ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഇഷ്ടം പഴയ വണ്ടി എടുക്കുക, പണി ചെയ്യുക. ഇതിപ്പോ എന്റെ കോളിസ് അത്ര ആക്രിയായിട്ട് കിട്ടിയത്, അങ്ങനെ ഒന്നും പറയാം. എത്ര രൂപയുടെ പണി എടുത്തിട്ടുണ്ട്? ഏകദേശം വണ്ടി എടുത്തിട്ടൊരു 2 lakhs അടുത്ത് മുടക്കിയിട്ടുണ്ട്. ഇതിൽ മുടക്കിയിട്ടുണ്ട്. കോളേജിൽ ഇവിടെ കണക്കില്ല. 2.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുത്തിട്ട് ഏകദേശം അത്രയും വിലക്ക് തന്നെ വർക്ക് ചെയ്തത്. അങ്ങനെ ഗൈസ് നമുക്കൊരു വണ്ടി പ്രാന്തനെ നേരിട്ട് കാണാൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ വൺസ് അഗൈൻ ബ്രോ, നൈസ് മീറ്റ്. അങ്ങനെ ഗൈസ് വി ഗോട്ട് എ സബ്സ്ക്രൈബർ ഹിയർ. മുത്തേ പേര് പറ. ഷെബിൻ. ഏത് വണ്ടിയാ ബ്രോടാ? ഗൈസ് ഞാൻ ഇവിടെ അവിടുന്ന് എൻ്റെ വീട് ആലപ്പി, അവിടുന്ന് ഞാൻ ഈ കൊല്ലത്ത് കൊണ്ട് തരണമെങ്കിൽ ഒന്നും കാണാണ്ട് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതേ ഒരു നമുക്ക് ലൈവായിട്ട് ഒരു കസ്റ്റമർ റിവ്യൂ എടുത്താം. ബ്രോ പറമുത്തേ, എനിക്ക് ജ്യൂസ് വാങ്ങി തന്നെ കേട്ടോ. പറമുത്തേ, ഇത് നമ്മള് ഞാൻ ആലപ്പുഴക്കാരനാണ്. ചെന്നത്തലയാണ്. നീ ആലപ്പിയാണ്? ഓ പൊളി. ചെന്നത്തല 40 കിലോമീറ്റർ ഉണ്ട്. നമ്മള് നമ്മുടെ സിസ്റ്ററിന്റെ വണ്ടിയാണ്. അപ്പം ഇവിടെ റോക്സ് ആണ്. PPF ചെയ്യാനായിട്ട് വന്ന് കൂട്ടത്തിൽ നമ്മള് ഫ്രണ്ട് ബമ്പറെല്ലാം ബ്ലാക്കിയാക്കി ലൈറ്റ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് നമ്മള് നേരത്തെ വന്ന് റിവ്യൂല് കഴിഞ്ഞ ഇപ്പം ചെക്കപ്പിനായിട്ട് വന്നു. എങ്ങനെയാണ്? സാറ്റിസ്ഫൈഡ് അല്ലേ? നമ്മുടെ ചെറുക്കൻ അടിപൊളിയായിട്ടല്ലേ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? പിന്നെ സൂപ്പർ ആയിട്ടാണ്. ഓ അടിപൊളി ഗൈസ്, കേട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നമ്മുടെ ബെൻസ് കൂട്ടന എന്തായാലും നമുക്ക് ഇഷ്ടമുള്ള വണ്ടി എന്തായാലും നമുക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലത്തെ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ പേഴ്സണലി പുള്ളി എൻ്റെ കൂട്ടുകാരനായിട്ടാണ്, അതുകൊണ്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അടിപൊളിയായിട്ടാണ്. നിങ്ങൾ പണ്ടോട്ട് എൻ്റെ വീഡിയോ കാണുമെങ്കിൽ അറിയാം, കാരണം ഞാൻ ആദ്യം സെറാമിക് ചെയ്തത് ഇവിടെയാണ്. അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കണം. എന്തായാലും ഒരു 1.5 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ വർക്കിൻ്റെ ആ ഒരു ക്വാളിറ്റിയും ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്തായാലും ഗൈസ് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മുടെ ബെൻസ് കൂട്ടിന് ഒരു പുതിയൊരു ചേഞ്ച് വരുത്തുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മനസ്സിലൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടത്തില്ല. ആ സാധനമുണ്ട്. പിന്നെ ഈ വണ്ടി കൊള്ളാൻ കേട്ടാ, ശരിക്കും നല്ല രസമുണ്ട്. ഈ RX ആണ് ഇപ്പം ഇങ്ങനെ ഇത് ചെയ്ത് ഇറക്കിക്കൊണ്ടാണെന്ന് പറഞ്ഞില്ല, ഭയങ്കര ഷൈൻ ആൻഡ് ഗ്ലോ.
ഗൈസ് വീണ്ടും നമുക്കൊരു സബ്സ്ക്രൈബർ മുത്ത പേര് പറ. എവിടുന്ന ബ്രോ? പുള്ളിയാണ് എന്റെ മെയിൻ ഓർഡർ. ആണല്ലേ? ഓ എന്തായാലും കണ്ടതിൽ സന്തോഷമുണ്ട്. വീഡിയോസ് ഒക്കെ കട്ട കാണണം. ഓ ലവ് യു ബ്രോ. ഉറപ്പായിട്ടും അമ്മ അച്ഛനെ തിരക്കിന്ന് പറയുന്നത് അവര് കണ്ടോണ്ടിരിക്കുക. ഓക്കെ താങ്ക് യു ബ്രോ. അപ്പൊ ഗൈസ് ദേ നമ്മുടെ ചെറുക്കനെ വണ്ടി കൊടുത്തോണ്ട് ദേ ചെറുക്കനെ പൊന്നുപോലെ നോക്കിക്കണം. സുന്ദര കുട്ടപ്പനായിട്ട് തന്നോ. ഇതില് നല്ലവരായിരുന്നു. ആ അത്രയല്ലേ മുത്തേ ബെൻസേ. അപ്പൊ പോയിട്ട് വരാം. ബൈ ബൈ. ടേക്ക് കെയർ ബ്രോ. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി എന്തുവാ? അടുത്ത പരിപാടി എന്തുവാ അറിയില്ല. അടുത്ത എന്താണ് എല്ലാത്തിനും ഒരു ഇത് പറ. അടുത്ത പരിപാടി എന്തുവാ? വർക്കല. അത് തന്നെ ഗൈസ്. നമ്മൾ ഇന്ന് വർക്കല പോയി നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവാണ് ഗൈസ്. എന്താണ് അനൂപ് അപ്പുറത്തെങ്ങാണ്ട് പോകാന്നും പറഞ്ഞ് ഇവന്മാരെ വിളിച്ചോണ്ട് വന്ന ഇവന്മാർ ഇപ്പഴാണ് അറിയുന്നത് ഞങ്ങൾ വർക്കലൊക്കെ പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. ശിവനാണ് ശിവൻ എന്ന് പറഞ്ഞ കട്ട വിജയ് ഫാനാണ് കേട്ടോ. എടാ നിന്റെ ജനിക്കാൻ പോണ കൊച്ചിന്റെ പേരെന്ത് വിടുന്നത് നീ? സത്യം പറടാ. വേറെ ഏതാണ്ടല്ലേ എന്ത് പറഞ്ഞാ എന്താ തളപതി എന്തുവാടാ കൊച്ചിന് മറ്റേ പാട്ട് പാടി ഉറക്കണ ഏത് പാട്ടാടാ? പാട്ടെന്ന് എനിക്കറിയാം. ഏതാണ്ടൊരു വിജയുടെ പാട്ടല്ലേ? ആ ഗൈസ് എന്റെ ക്ലിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോ ഇടാം. தமிழண்டா என்னாலோ சொன்னாலே திமிரேரோ காற்றோடு கலந்தாடோ അതാവോ അടയാളോ. വണ്ടി ഞങ്ങൾ പുറകിൽ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഒരു നാരോ റോഡ് ഉണ്ട് കേട്ടോ. അതിലും വഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേവമരൊക്കെ അതിലും വഴി വന്നിട്ടുണ്ട്. ഞാൻ നോർമലി വന്നെ ഈ വഴിയല്ല കേട്ടോ. ഇത് വേറെ സ്ഥലത്താണ്. നല്ല ഫുഡ് നോക്കി നടക്കുന്നത്. നല്ല കടകയറി നേരെ അടിച്ച് നല്ല റെസ്റ്റോറൻറ്റ് നോക്കി ഇപ്പോൾ കുറഞ്ഞൊരു 8 റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറി ഇറങ്ങിയതാണ്. എന്നാലും കിട്ടുന്നില്ല, വൈബ് കിട്ടുന്നില്ല. അതിന് നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ടെത്തി അതിന് ഇവിടെ നിന്ന് വെച്ച് ഞങ്ങൾ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ.